വയനാട് കള്ളാടിയിൽ ഇന്നിപ്പോൾ മൂന്നാം ദിവസമാണ് തെരച്ചിൽ നടക്കുന്നത്. 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ്. ഇപ്പോഴിതാ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. നേരത്തെ 3 മൃതദേഹങ്ങൾ കണ്ടെത്തുകയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിലെ തെരച്ചിലിൽ ഒന്നും തന്നെ മൃതദേഹാവശിഷ്ടങ്ങളോ മൃതദേഹമോ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴിതാ 2 മൃതദേഹങ്ങൾ കൂടി ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അതിലൊന്ന് 1-ാം സോണിൽ നിന്നാണ് കണ്ടെത്തുകയും ചെയ്തത്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. അതേസമയം തുരങ്കപാത ദുരന്തത്തിൽ അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. കണ്ടെത്താനുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഇനി അതായത് 3 പേർ, ആ 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ തുടരുകയാണ്. തുരങ്കപാതയുടെ 2 വശവും പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പ്രവർത്തനം തുടങ്ങൂ എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ടെക്നിക്കലായും ലീഗലായും ഇതുമായി ബന്ധപ്പെട്ട സ്റ്റഡികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുകൂടിയാണ് സർക്കാർ ആവർത്തിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചു. ഇപ്പോൾ നമുക്ക് ഒരാളുടെ മിസ്സിംഗ് ആയിട്ടുള്ള ഒരാളുടെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടെടുത്ത് വൈത്തിരി ഹോസ്പിറ്റലിലേക്ക് മറ്റ് നടപടിക്രമങ്ങൾക്ക് വേണ്ടി പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയി. 4 സോണാക്കി തിരിച്ചിരുന്നു. അതിൽ 1-ാമത്തെ സോണിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത്. അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത്. അവിടെയും 2-ാമത്തെ സോണുമാണ് ഇന്ന് പ്രധാനമായും സെർച്ച് ചെയ്യുന്നത്. താഴെ ഭാഗം വരെ പോകുന്നുണ്ട്. നമുക്ക് ഇന്നലെ ഇവിടെ ഒന്നും കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് പുഴ കൂടി നമ്മൾ ഫോക്കസ് കൊടുക്കാൻ തീരുമാനിച്ച് പുഴയുടെ സെർച്ച് നമ്മൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് 1-ാമത്തെ സോണിൽ നിന്നാണ് മിസ്സിംഗ് ആയ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തത്. എയർലിഫ്റ്റ് ചെയ്യണമെങ്കിൽ എംബാം ചെയ്യണമെന്നാണ്. അതുകൊണ്ട് അത്തരം ഇത് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ നേരെ കാലിക്കറ്റ് ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. അവിടുന്ന് എംബാം ചെയ്ത് അവരേതാണ് എന്നുള്ള മിസ്സിംഗ് ആയ 5 പേരിൽ ആരാണ് എന്നുള്ളത് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കും. അപ്പോൾ നടന്നു കഴിഞ്ഞാൽ അക്കാര്യം പിന്നീട് ചെയ്യണം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, 3-ാം ദിവസത്തെ തെരച്ചിലാണ് തുടരുന്നത്. ഇന്നിപ്പോൾ ഇതിനോടകം തന്നെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നതാണല്ലോ വിവരം. വെള്ളം തെളിയുകയും കുറച്ച് താഴുകയും ചെയ്തു. അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റി. ആ ബോഡി എടുത്ത് നേരെ 2-ാമത്തെ ബോഡിയും ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അല്ല, 2-ാമത്തെ ബോഡി ഇപ്പോൾ ഈ സൈഡിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ഈ സൈഡ്, ഇപ്പുറത്തെ സൈഡ്, പുഴയ്ക്ക് സമയം, പുഴയിൽ തന്നെ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അവർ പരിശോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തു. കൂടുതൽ പരിശോധനകൾക്ക് നടത്താനുള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ്. ഈ പുഴയെ പരിശോധിക്കാൻ വേണ്ടിയുള്ള ഒരു ടീം 20-അംഗ NDRF സംഘം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് പ്രത്യേക പരിശോധന നടത്താനുള്ള മാർഗനിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണത വന്നിട്ട് പറയാം. ഇവരുടെ ഫാമിലി ഇവിടെയുണ്ട്. ഫാമിലി ഇന്നലെ നമ്മൾ താമസിപ്പിച്ചു. മുഖ്യമന്ത്രി അവരെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. ഇന്ന് കാലത്ത് അവരും ഇപ്പം ബോഡി ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പൂർണ്ണതയിൽ പറയാറായിട്ടില്ല. അവർ കൂടെ പോയിട്ടുണ്ട്. ഈ ബോഡിയും പോസ്റ്റ്മോർട്ടം നടപടികൾ വൈത്തിരി ആശുപത്രിയിൽ നടക്കും. വൈത്തിരി ആശുപത്രിയിൽ അഭിലാഷത്തിൽ എൻബാം ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ മന്ത്രി ടി സിദ്ദിഖിന്റെ പ്രതികരണം വന്നു. അദ്ദേഹം അത് സ്ഥിരീകരിക്കുന്നു. 2-ാമത്തെ മൃതദേഹം കൂടി ലഭിച്ചു എന്ന്. അതായത് ഇന്ന് തെരച്ചിൽ ആരംഭിച്ചതിന് ശേഷം 2 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. തീർച്ചയായും അത് ഒട്ടും സന്തോഷമുള്ള കാര്യമല്ല. പക്ഷേ എപ്പോഴും ഈ മൃതദേഹമെങ്കിലും കണ്ടെടുക്കുക എന്നതാണല്ലോ ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അതിലേക്ക് 2 മൃതദേഹങ്ങൾ കൂടി ലഭിക്കുന്നു. ഇനി 3 മൃതദേഹങ്ങൾ കൂടിയാണല്ലോ ലഭിക്കാനുള്ളത്. അനുമോദ്. അതെ അഭിലാഷ്, ഇന്നലെ തെരച്ചിൽ തുടങ്ങി. ഈ സമയം കൊണ്ട് 2 പേരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മോടൊപ്പം ഈ തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്ന ഫയർഫോഴ്സ് സംഘാംഗ മേധാവി ഉണ്ട്. ഇന്നിപ്പോൾ കാലാവസ്ഥ രാവിലെ അല്പം അനുകൂലമായതുകൊണ്ട് തന്നെ തെരച്ചിലിന് അല്പം വേഗം കൈവരികയും 2 പേരെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ്? ഇന്നിപ്പോൾ രാവിലെ നമ്മുടെ സെക്ടർ 1 എന്ന് പറയുന്ന 4 സോൺ നമ്മൾ തിരിച്ചിട്ടുണ്ട്. അത് സോൺ 1-ൽ നിന്നും പിന്നെ സോൺ 4-ൽ നിന്നും പാലത്തിൻ്റെ അവിടെ നിന്നും ആണ് 2 പേരെ കിട്ടിയത്. നമ്മുടെ ജീവനക്കാർ ഏതാണ്ട് 120ഓളം ഫയർഫോഴ്സ് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മഴ പൂർണ്ണമായ അനുകൂലമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ചെറിയ മഴയുണ്ടായാൽ പോലും വെള്ളം ഒലിച്ച് ഈ ചെളി നിറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിരുന്നാലും നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുന്നു. നിങ്ങൾ എങ്ങനെയാണ്, ഏതവസ്ഥയിലായിരുന്നു? മണ്ണിലായിരുന്നോ അതോ മറ്റെന്തെങ്കിലും അവസ്ഥയിലായിരുന്നോ?
മണ്ണിലായിരുന്നു ഒന്ന് പൊതിഞ്ഞു കിടന്നത്. പിന്നെ ഒരെണ്ണം ഇവിടെ പാലത്തിൻ്റെ താഴെയുള്ള കമ്പികൾക്കിടയിൽ നിന്ന് കമ്പിയും തകര ഷീറ്റുകളും ഒക്കെ കിടന്നതിൻ്റെ ഇടയിൽ നിന്നാണ് കിട്ടിയത്. ഇനിയിപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചാണോ? ഇന്നലെ രാത്രി നമ്മൾ ഫയർഫോഴ്സ് അവിടെ കിടന്ന ഒരു ബസ് മാറ്റുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഇത് കൂടുതൽ തെളിച്ചം കിട്ടി. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ രാവിലെ ഇത് കാണാൻ പറ്റിയത്. ഈ സെക്ടർ 1-2 ആണ് ഫയർഫോഴ്സ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. അവിടാണ് കൂടുതൽ ചാൻസ് ഉള്ളതും. ആളുകൾ പറഞ്ഞതനുസരിച്ച് ഓടി മാറിയിട്ടുള്ള ആൾക്കാരെല്ലാം അവിടെ അകപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. അതനുസരിച്ച് ആ ഭാഗങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് തിരയുന്നത്. എന്നിരുന്നാലും നമ്മൾ എല്ലാ ഭാഗവും വ്യാപകമായി തിരയുന്നുണ്ട്. ഒരു പ്രതികൂല ടെറൈനാണോ കാലാവസ്ഥ? എല്ലാം കൂടി കാലാവസ്ഥ നിങ്ങൾ കഴിയുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് മഴയാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മണ്ണിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങും. അപ്പം ചെറിയ നീർച്ചാല് പോലൊക്കെ ഉണ്ടായിട്ട് മണ്ണ് വീണ്ടും ഒലിച്ച് ഈ രക്ഷാപ്രവർത്തനത്തെ ഒന്ന് മന്ദീഭവിക്കാൻ യന്ത്രങ്ങൾ ഇറക്കാനും കഴിയാത്ത അവസ്ഥയായിരിക്കും അല്ലേ? യന്ത്രങ്ങൾ പരമാവധി ഇറക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഇറക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും മറ്റും ആവശ്യമായ എല്ലാ യന്ത്രങ്ങളും എത്തിക്കുന്നുണ്ട്. ഫ്യൂവലുണ്ട്. എല്ലാ ഇതും. നായകളെ വിഷപലർത്ത് ഇറക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കടാവർ നായകളുടെ നമ്മുടെ ഇതിലല്ല, അത് വേറെ ഏതോ ഏജൻസിയുടെയാണ്. അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഇല്ല. അതാണ് ഫയർഫോഴ്സിൻ്റെ മേധാവിയുടെ പ്രതികരണം. അതായത് കാലാവസ്ഥ പ്രതികൂലമാണ്, സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, പക്ഷേ സാധ്യമായ എല്ലാ തരത്തിലും തെരച്ചിൽ നടത്തും എന്നുള്ളത് തന്നെയാണ്. അഭിലാഷ്, ഇന്നത്തെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും 2 സോണുകൾ കേന്ദ്രീകരിച്ചാണ് ഇതിപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. സോൺ 1-ഉം സോൺ 2-ഉം. അതുപോലെ തന്നെ ഇപ്പോൾ കണ്ടെത്തിയത് സോൺ 3-മായി അടുത്തുള്ള പുഴയിൽ നിന്നാണ്. അവിടെ പൈപ്പുകൾക്ക് ഇടയിൽ കുടുങ്ങിക്കിടന്ന അവസ്ഥയിലായിരുന്നു ഈ മൃതദേഹം എന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മന്ത്രി ടി സിദ്ദിഖ് വ്യക്തമാക്കിയത്. അതായത് ഓടി മാറിയവർ തെറിച്ചു പോകാൻ ഇടയുള്ള ആ ഒരു സോണുകളായിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഇന്നലെ അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്തത്ര കുത്തൊഴുക്കായിരുന്നു പുഴയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഒരു ബസ് അടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. തെരച്ചിൽ നടത്താൻ കഴിയാത്ത അത്ര മോശം സാഹചര്യമായിരുന്നു. ഇന്നലെ രാത്രിയോടെ ആ ബസ് അടക്കമുള്ള കാര്യങ്ങൾ മാറ്റുകയും രാവിലെ അല്പസമയം മഴ മാറി നിൽക്കുകയും ചെയ്തതോടെ ആ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാനായി. അങ്ങനെയാണ് ആ മേഖലയിൽ കൂടുതൽ തെരച്ചിൽ നടത്താൻ സാധിച്ചതും. അതുകൊണ്ട് 2 പേരുടെ മൃതദേഹം അവിടെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. ഇനി 3 പേരെ കൂടി വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതും ഈ ഒരു മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് തെരച്ചിൽ നടത്തുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. അഭിലാഷ്, ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖം ഇപ്പോൾ 2 ദിവസം പിന്നിടുകയാണ്. 2 ദിവസം പിന്നിടുമ്പോഴും അവരുടെ കുടുംബങ്ങൾ, അവർ നമ്മളെ നാട്ടുകാരല്ല, പക്ഷേ അവരൊക്കെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുൻപുണ്ടായ ദുരന്തങ്ങളിലൊക്കെ നമ്മൾ കാണിച്ചിരുന്ന ഒരു അവധാനതയും ഒരു ശ്രദ്ധയും ഒരു വേഗതയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. കാലാവസ്ഥയുടെ തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങളൊക്കെ ഇതിനൊരു ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമാണെങ്കിലും കഴിയും വേഗത്തിൽ അവരെ കണ്ടെത്തുക എന്ന വലിയ ഒരു ലക്ഷ്യമാണ്, വലിയ ഒരു ഉദ്യമമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇവിടം സന്ദർശിച്ചു. അദ്ദേഹം 11:30 മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ, സന്ദർശനത്തിന് ശേഷമുള്ള കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം അതിൽ പറയാനുള്ള സാധ്യതയുണ്ട്. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കുള്ള സമയമല്ല ഇതെന്ന് ഇരു പാർട്ടിയിലെയും രാഷ്ട്രീയ നേതാക്കളൊക്കെ പറയുമ്പോൾ പോലും ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ തീരൂ, അത് പറയേണ്ടതായിട്ടും വരും. അത് ഇന്ന് അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്കുള്ള മറുപടികൾ ഉണ്ടാകുമോ എന്നുള്ളതും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.